Meet the editors. കൊൽക്കത്തയിലെ ബലാത്സംഗ കൊലപാതകത്തിൽ ബംഗാളിൽ ഇന്നും പ്രതിഷേധമാളിക്കത്തുകയാണ്. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ പോലീസും പ്രതിഷേധക്കാരും ഏറ്റുമുട്ടി. പ്രതിഷേധത്തെ തുടർന്ന് ഇന്ന് നടക്കാനിരുന്ന മോഹൻ ബഗാൻ ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം റദ്ദാക്കി. തുടർന്ന് ഇരു ടീമുകളുടെയും ആരാധകർ അഭയയ്ക്കായി തെരുവിൽ ഒരുമിച്ചിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. ദില്ലിയിൽ ഡോക്ടർമാർ മനുഷ്യച്ചങ്ങല തീർത്തായിരുന്നു സമരം. ബലാത്സംഗ കൊലപാതകത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തിട്ടുമുണ്ട്. CBI അന്വേഷണം തുടരും. നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കൊൽക്കത്ത കത്തുന്നു എന്നുള്ളതാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ ഇപ്പോൾ അവിടെയുള്ള മലയാളി പറഞ്ഞതുപോലെ തന്നെ രണ്ട് ടീമുകൾ, ശത്രുക്കളായ രണ്ട് ടീമുകളാണ്. അത്ര വാശിയേറിയ മത്സരം നടക്കേണ്ടത്. ആ മത്സരം തന്നെ ഉപേക്ഷിച്ച് അതിൽ ആരാധകരും കളിക്കാരും എല്ലാം തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു. നിശ്ചയമായും രാജ്യം മുഴുവൻ വളരെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ കൽക്കത്തയിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ സ്മൃതി, ഈ സംഭവം എന്ന് പറയുന്നത് അടിമുടി ദുരൂഹമാണ് എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം? എത്ര ഇൻസെൻസിറ്റീവായിട്ടാണ് ഒരു ഭരണകൂടം, ഒരു ഭരണ സംവിധാനം ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ മരണത്തോട് സ്വീകരിച്ചിരിക്കുന്ന സമീപനം എന്നുള്ളത് ഞെട്ടിക്കുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ എപ്പോഴാണ് ഈ ഇൻവെസ്റ്റിഗേഷനൊക്കെ ഒന്ന് ശക്തമായത്? അതിനൊരു കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു. കഴിഞ്ഞ ആഗസ്റ്റ് 13, അതായത് ഈ മാസം 13-ാം തീയതി കൊൽക്കത്ത ഹൈക്കോടതി നേരിട്ട് ഇടപെടുകയാണ്. എന്താണ് അവരുടെ നിരീക്ഷണം? അവർ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഇവിടെ അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയുമില്ല എന്ന് മാത്രവുമല്ല, ഈ ഭരണ സംവിധാനം എന്ന് പറയുന്നത് വേട്ടക്കാരനോടൊപ്പമാണ്, ഇരയ്ക്കൊപ്പമോ ഇരയുടെ ഫാമിലിക്കൊപ്പമോ അല്ല എന്നുകൂടിയാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് അവരിത് CBI അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ മുതലാണ് യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ശരിയാവണ്ണം പുരോഗമിച്ചു തുടങ്ങിയത്. നോക്കൂ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ചില കാര്യങ്ങൾ നമ്മളൊന്ന് വിശദമായി പരിശോധിച്ച് തന്നെ പോകണം. ഈ സംഭവം ഉണ്ടാകുന്നത് ആഗസ്റ്റ് 9-നാണ്. ആഗസ്റ്റ് 9-ന് ഈ പെൺകുട്ടിയുടെ മരണം സംഭവിക്കുന്നു. അതെവിടെയാണ് സംഭവിക്കുന്നത്? അതൊരു ഹോസ്പിറ്റലിനുള്ളിലാണ് സംഭവിക്കുന്നത്, അല്ലേ? ആ ഹോസ്പിറ്റലിലെ ഒരു സെമിനാർ ഹാളിലാണ് ഈ പെൺകുട്ടി മരിച്ചു കിടക്കുന്നതായി കാണുന്നത്. നമുക്കറിയാമല്ലോ, നമ്മളൊന്നും വലിയ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസേഴ്സ് ഒന്നുമല്ല. പക്ഷേ നമ്മുടെ നാട്ടിൻപുറത്ത് ഒരാൾ മരിച്ചു കിടന്നാൽ അത് ആത്മഹത്യയാണോ അല്ലെങ്കിൽ കൊലപാതകമാണോ എന്ന് സാമാന്യ ബോധത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. ഇവിടെ ഇപ്പോൾ ഡോക്ടർമാരാണ് ആദ്യം ഈ കണ്ടെത്തിയിരിക്കുന്നത്. എന്നിട്ട് എന്താ കണ്ടെത്തിയത്? ആ മൃതദേഹത്തിൽ 11 മുറിവുകളുണ്ട് സ്മൃതി. അതായത് ഇടത്തെ കാലിൽ, കഴുത്തിൽ, വലത്തെ കൈയിലൊക്കെ ആയിട്ട് ആഴത്തിൽ 11 മുറിവുകൾ നിങ്ങൾക്ക് നേരിട്ട് കാണാം. അതുകൂടാതെ കണ്ണിൽ നിന്നും അതുപോലെ തന്നെ വായിൽ നിന്നും രക്തം വന്നുകൊണ്ടിരിക്കുന്നു. അർദ്ധനഗ്നയാണ് ഈ പെൺകുട്ടി. നോക്കൂ, ഒരു ഡോക്ടർമാരുടെ സംഘമാണ് ഇവരെ ആദ്യം കണ്ടെത്തുന്നത്. അവർ കണ്ടെത്തിയതിനു ശേഷം വളരെ പെട്ടെന്ന് പോലീസ് എത്തുന്നു. പോലീസ് എന്താ പറയുന്നത്? ഇതൊരു ആത്മഹത്യയാണ് എന്നാണ് പറയുന്നത്. ഈ ആത്മഹത്യാ സിദ്ധാന്തം ആദ്യം തന്നെ അവതരിപ്പിക്കുന്നു. അതാണ് ഈ രക്ഷിതാക്കളോട് പറയുന്നത്, ആത്മഹത്യയാണ്, നിങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. വേറൊരു ശ്രമം കൂടി നടന്നു കേട്ടോ. ഈ പെൺകുട്ടിക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കൂടി നടന്നു. അവരുടെ ബാഗിൽ നിന്ന് ചില മരുന്നുകൾ കണ്ടെടുത്തു എന്നാണ് പറയുന്നത്. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത് അവർ ഒരു രോഗത്തിനും അടിമയല്ല, ഒരു പ്രശ്നം അവർക്കില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന ദുർഗാഷ്ടമിക്ക് വലിയ പൂജയും ആഘോഷവും അവരവരുടെ വീട്ടിൽ സംവിധാനം ചെയ്തിരുന്നു. ഈ പെൺകുട്ടി വളരെ സാധാരണ കുടുംബത്തിൽ നിന്നാണ് വരുന്നത് കേട്ടോ. ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും തയ്യൽ തൊഴിലാളികളാണ്. ആ തയ്യൽ തൊഴിലാളികളുടെ ഏക മകളാണ് ഈ പെൺകുട്ടി. വളരെ കഷ്ടപ്പെട്ടാണ് ഈ പെൺകുട്ടി പഠിച്ചിരിക്കുന്നത്. വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലാണ്. അവർ ആ ഹോസ്പിറ്റലിനെ വിളിക്കുന്നതിൻ്റെ സെക്കൻഡ് ഹോം എന്നാണ്. ഗോൾഡ് മെഡൽ കിട്ടാൻ സാധ്യതയുള്ളൊരു പെൺകുട്ടിയാണ്, വിദ്യാർത്ഥിനിയാണ്. അവരെക്കുറിച്ച് വളരെ മതിപ്പാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും. അങ്ങനെ ഒരു പെൺകുട്ടി. അത് മാത്രമല്ല, ഈ ഓഗസ്റ്റ് 9-ൻ്റെ സവിശേഷത ഈ ഒളിമ്പിക്സിൽ നീരജ് ചോപ്രയ്ക്ക് വെള്ളി കിട്ടിയ, ജാവലിൻ ത്രോയിൽ വെള്ളി കിട്ടിയ ദിവസമാണ്. അപ്പോൾ അതൊക്കെ TV-യിൽ കണ്ട് വലിയ ആഘോഷത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ പെൺകുട്ടി അല്പസമയം ഉറങ്ങാൻ വേണ്ടിയിട്ട് ഈ സെമിനാർ ഹാളിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണ് ഉറങ്ങാൻ പോകുന്നത്? 36 മണിക്കൂറായിട്ട് ഓൺ കോൾ ഡ്യൂട്ടിയിലാണ് ഈ പെൺകുട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 36 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുകയും അതുപോലെ തന്നെ ജോലി ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി അല്പം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. അവിടെയാണ് ഈ മരണം നടക്കുന്നത്. 1 മണിക്കാണ് ആ സെമിനാർ ഹാളിലേക്ക് പോകുന്നത്. 3 മണിക്ക് അവിടെ ഒരു നഴ്സ് ഈ പെൺകുട്ടിയെ പോയി കണ്ടിട്ടൊരു പ്രിസ്ക്രിപ്ഷൻ ലിസ്റ്റിൽ അവരുടെ സൈൻ വാങ്ങിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം 3:30-ക്കും 5 മണിക്കും ഇടയ്ക്ക് ഈ മരണം സംഭവിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 1 മണിക്ക് ഓൺ കോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. ഇതിനിടയിൽ ആരും തന്നെ ഇവരെവിടെയും അന്വേഷിച്ചിട്ടില്ല. ഒരു ഡോക്ടറാണ്, ഓൺ ഡ്യൂട്ടിയിലുള്ള ഡോക്ടറാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ആ പർട്ടിക്കുലർ ഡേയിൽ ആ സെമിനാർ ഹാളിലെ CCTV വർക്ക് ചെയ്തിട്ടില്ല. ആ CCTV വർക്ക് ചെയ്തിട്ടില്ല. ഇനി ആ കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള ഡോക്ടർ സന്ദീപ് ഘോഷ്, ആ സന്ദീപ് ഘോഷിൻ്റെ പ്രതികരണം എന്തായിരുന്നു? ആദ്യത്തെ പ്രതികരണം, ഇവരെന്തിനാണ് ഈ സെമിനാർ ഹാളിൽ പോയി കിടന്ന് ഉറങ്ങിയത് എന്നാണ്. ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ്, അത് കൊലപാതകമാണോ അല്ലെങ്കിൽ ആത്മഹത്യയാണോ എന്നൊക്കെ അവിടെ നിൽക്കട്ടെ. അത് അന്വേഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആ കോളേജിൻ്റെ പ്രിൻസിപ്പൾ ഈ സന്ദീപ് ഘോഷ് എന്ന് പറയുന്ന കഥാപാത്രം പറഞ്ഞ ആദ്യത്തെ പ്രതികരണം എന്ന് പറയുന്നത്, ഈ പെൺകുട്ടി എന്തിനാണ് ആ സെമിനാർ ഹാളിൽ പോയി കിടന്ന് ഉറങ്ങിയതെന്നാണ്. ഈ സന്ദീപ് ഘോഷിന് ഒരു ചരിത്രമുണ്ട് കേട്ടോ. വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരാളാണ് ഇയാൾക്ക് ഭയങ്കര രാഷ്ട്രീയ സ്വാധീനമാണ്. 2023 ജൂണിൽ
സന്ദീപ് ഘോഷിനെ ഈ പറയുന്ന RG കർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നു. മുർഷിദാബാദിലെ ഒരു മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ പിന്നെ അയാൾ കഥ എഴുതുകയാണെന്നൊരു സിനിമയുണ്ടല്ലോ, ആ സിനിമയിൽ ഒരു വില്ലേജ് ഓഫീസറിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് അടുത്ത വില്ലേജ് ഓഫീസറായിട്ട് ഈ ശ്രീനിവാസം വരുമ്പോൾ അവിടെ നടക്കുന്ന സ്ഥല നാടകീയ രംഗങ്ങളുണ്ടല്ലോ, ഈ സെയിം തിങ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ പിന്നെ പ്രിൻസിപ്പലിൻ്റെ റൂം അങ്ങ് ലോക്ക് ചെയ്തു. എന്നിട്ട് അവിടെ പുതുതായി ചാർജ് എടുക്കാൻ വരുന്ന ആളെ അങ്ങോട്ട് പ്രവേശിപ്പിച്ചില്ല. 48 മണിക്കൂറിനുള്ളിൽ ഈ സന്ദീപ് ഘോഷിനെ സർക്കാർ റീഇൻസ്റ്റേറ്റ് ചെയ്തു. എന്നിട്ട് ഈ പഴയ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത ആളെ തിരിച്ച് പഴയ സ്ഥലത്തേക്ക് തന്നെ വിട്ടു. ഇത് 2023 ജൂണിൽ, അതായത് കഴിഞ്ഞ വർഷം ജൂണിൽ നടന്നൊരു കാര്യമാണ്. അതേ വർഷം സെപ്റ്റംബറിൽ ഇയാളെ വീണ്ടും ട്രാൻസ്ഫർ ചെയ്തു. ചെയ്ത എന്താ കാര്യം? അവിടെ ഒരു റാഗിംഗ് റിലേറ്റഡ് കേസ് ഉണ്ടായി. ആ കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ ട്രാൻസ്ഫർ ചെയ്തപ്പോഴത്തേക്കും അവിടെ TMCയുടെ, അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടന വലിയ പ്രതിഷേധമുണ്ടാക്കുകയും 1 മാസം കൊണ്ട് അയാളെ വീണ്ടും അവിടെ തന്നെ പുനഃസ്ഥാപിച്ചു. അയാളെ പുനഃസ്ഥാപിച്ചു എന്ന് മാത്രമല്ല, അയാൾക്കെതിരായിട്ട് പരാതി പറഞ്ഞ ഡെപ്യൂട്ടി സൂപ്രണ്ടിനെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത് ആ അർത്ഥത്തിൽ ഇയാൾക്ക് വലിയ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്, TMC ആയിട്ട് വെൽ കണക്റ്റഡ് ആണ്. ഇയാൾ വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളുമാണ്. അവിടെ ഈ പ്രശ്നം തീരുന്നില്ല. അപ്പം അങ്ങനെ ഒരാളുടെ സ്റ്റേറ്റ്മെൻറ്റ് പോലും എപ്പോഴാണ് എടുക്കുന്നതെന്നറിയോ? ഹൈക്കോടതി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ പ്രിൻസിപ്പളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാത്തത് ഇത്രയും നാളായിട്ടെന്ന്. എന്ന് മാത്രമല്ല, ഈ സംഭവം ഉണ്ടായതിനു ശേഷം സന്ദീപ് ഘോഷ് ഉടനെ രാജിവെച്ചു. സന്ദീപ് ഘോഷ് രാജിവെച്ചപ്പോൾ സർക്കാർ എന്താ ചെയ്തതെന്നറിയാവോ? രാജി സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എന്തൊരു ബന്ധമാണെന്ന് ആലോചിച്ചു. നാഷണൽ മെഡിക്കൽ കോളേജിൽ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പം പിന്നെ അതിനുശേഷം ഹൈക്കോടതിയാണ് പറഞ്ഞത് നിങ്ങൾ എക്സ്റ്റൻഡഡ് ലീവിൽ പോകാൻ പറഞ്ഞു. എന്നിട്ടാണ് ഹൈക്കോടതി ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല എന്നുള്ളത്. ഈ സന്ദീപ് ഘോഷിൻ്റെ വലങ്കയാണ് കേട്ടോ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സഞ്ജയ് റോയ് എന്ന് പറയുന്ന കഥാപാത്രം. അങ്ങേറ്റം ഡ്യൂബിയസ് ആണ് ഈ സഞ്ജയ് റോയ്. 2019 അവിടുത്തെ ഈ ദേശീയ ദുരന്ത നിവാരണ സംഘടനയിൽ ഇയാൾ ചേരുന്നു. ഇയാളൊരു സിവിക് വോളണ്ടിയർ ആണെന്നാണ് പറയുന്നത്, സന്നദ്ധ പ്രവർത്തകൻ ആണെന്നാണ് പറയുന്നത്. 2019 ഇയാൾ അവിടെ ചേർന്നതിന് ശേഷം അയാൾ വളരെ സാവധാനത്തിൽ കൊൽക്കത്ത പോലീസ് വിങ്ങിൻ്റെ വെൽഫെയർ വിങ്ങിലേക്ക് ഒരു ജോലി സംഘടിപ്പിക്കുന്നു. അവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥനൊന്നും അല്ല കേട്ടോ, അയാൾ ആ സെല്ലിലേക്ക് മാറുന്നു. അതിനുശേഷം അയാൾ ഈ പറയുന്ന മെഡിക്കൽ കോളേജിലേക്ക് വരുന്നു, ഈ RG കർ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നു. അവിടെ ഇയാൾക്കുള്ള സ്വാധീനം വളരെ വളരെ വലുതാണത്രേ. അയാൾക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കടന്നില്ല, എല്ലാ കാര്യങ്ങളും ചെയ്യാം. അയാൾ അവിടെ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നതിനടക്കം പൈസ വാങ്ങിക്കുന്നുണ്ട്. ഉള്ള എല്ലാ ഇറഗുലാരിറ്റീസിനും അയാൾ കൂടെ നിൽക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഇയാളെ അവിടെയുള്ള ആളുകൾക്കൊക്കെ ഭയമാണ്. അങ്ങനെ ഒരു കഥാപാത്രത്തെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അവിടുത്തെ ലോക്കൽ മീഡിയ റിപ്പോർട്ട് ചെയ്തതായിട്ട് ചില നാഷണൽ മീഡിയ പറയുന്നത് ഇയാൾക്ക് ഈ നെക്രോഫീലിയ എന്ന് പറയുന്ന അസുഖമുണ്ട്, ടോർച്ചർ ഇയാളുടെ ഒരു രീതിയാണ്, എക്സ്ട്രോഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ഈ CBI അന്വേഷണ സംഘത്തിലേക്ക് ഈ പറയുന്ന സൈക്കോ അനലിസ്റ്റുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ഈ സൈക്കോ അനലിസ്റ്റുകളാണ് ഇപ്പോൾ ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ ഈ നെക്രോഫീലിയ എന്ന് പറഞ്ഞാൽ ജഡരതി എന്നാണ് പറയുക, ശവരതിയാണ്. ജഡങ്ങളുമായി ലൈംഗിക ബന്ധം പുലർത്തുന്ന ഒരു സ്വഭാവം കൂടി ഇയാൾക്കുണ്ടെന്നൊക്കെ ലോക്കൽ മീഡിയ പറയുന്നത്, ചില നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ CBIയുടെ അന്വേഷണം ആ നിലയ്ക്ക് കൂടി പോകുന്നുണ്ട്. ഇയാളുടെ പുറത്തേക്ക് പോകുന്ന ആ CCTV ദൃശ്യം ആണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പേരൻസ് എന്താ പറയുന്നത്? ഇവർക്കെതിരായിട്ട്, ഈ പറയുന്ന പെൺകുട്ടിക്കെതിരായിട്ടൊരു നീക്കം വളരെ ശക്തമായിരുന്നു എന്നും അവിടെ ഈ പറയുന്ന ഒരാൾ മാത്രമല്ല ഈ ക്രൈമിൻ്റെ പിന്നിലുള്ളത്, അതിനകത്തൊരു സംഘം തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും ഈ പേരൻസ് പറയുന്നുണ്ട്. പേരൻസിന് 30 പേരുടെ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ CBIക്ക്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ സന്ദീപ് ഘോഷ് എന്ന് പറയുന്ന വളരെ ഡ്യൂബിയസ് ആയൊരു പ്രിൻസിപ്പിൾ, അതേപോലെ സഞ്ജയ് റോയ് എന്ന് പറയുന്ന വളരെ ഡ്യൂബിയസ് ആയൊരു ക്യാരക്ടർ, അയാൾക്ക് യാതൊരു ചുമതലയും സംവിധാനത്തില്ല, പക്ഷേ എല്ലാത്തിൻ്റെ ചുമതലക്കാരാണ്. ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടി മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം പാർക്കിംഗ് ലോട്ടിൽ ഇവരുടെ കാറ് ഡാമേജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നിൽക്കുമ്പോഴും വളരെ അനാസ്ഥയോടുകൂടി പോലീസ് എന്താ ചെയ്തത്? ഇതൊരു ആത്മഹത്യയാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് മാത്രവുമല്ല, സുബർണ ഗോസ്വാമി എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട് അവിടെ, അവരൊരു പബ്ലിക് ഹെൽത്ത് ആക്ടിവിസ്റ്റ് കൂടിയാണ്. അവരോട് ഈ പേരൻസ് പറഞ്ഞിരിക്കുന്നത്, വളരെ മുതിർന്നൊരു പോലീസ് ഓഫീസർ ചെന്നിട്ട് ഈ രക്ഷിതാക്കളോട് പറഞ്ഞു, അതായത് ക്രിമേഷൻ നടന്നിട്ടില്ല കേട്ടോ, ബോഡി ക്രിമേറ്റ് ചെയ്തിട്ടില്ല, അതിനു മുമ്പ് പറഞ്ഞു നല്ലൊരു തുക അങ്ങോട്ട് തരും, ഇത് നമുക്ക് സെറ്റിൽ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് അങ്ങേറ്റം ദുരൂഹമായൊരു സാഹചര്യമാണ്. ഇത് ആർക്കാണ് മനസ്സിലാകാത്തത്? പക്ഷേ എന്തുകൊണ്ട് ഈ പറയുന്ന സർക്കാർ ഇതിനകത്ത് ആക്ട് ചെയ്യുന്നില്ല? വലിയ ശക്തമായ സ്വാധീനം, വളരെ വളരെ ശക്തമായൊരു സ്വാധീനം ആരൊക്കെയോ പിന്നിൽ നിന്ന് ചെലുത്തുന്നുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം ഉയർന്നിരിക്കുന്നത്, ഈ പെൺകുട്ടിക്ക് അവിടുത്തെ ചില ഇല്ലിസിറ്റ് ആക്ടിവിറ്റീസ് അറിയാമായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും ഈ കൊലപാതകം നടത്തിയിട്ടുള്ള ആളുകളുടെ ഉദ്ദേശം ലൈംഗികമായി പീഡിപ്പിക്കുക എന്നതായിരിക്കണമെന്നില്ല എന്നൊരു അനുമാനമുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഭാഗമായി അത് സംഭവിച്ചിട്ടുണ്ടാകാം. ആ ലൈംഗിക പീഡനം നടന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുശേഷം മർഡർ നടന്നു. ഈ പെൺകുട്ടി അവിടുത്തെ ചില ഡ്രഗ് മാഫിയ നടത്തുന്ന പ്രശ്നങ്ങളിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അതായത് അവിടെ ഒരു ഡ്രഗ് മാഫിയ ഈ പറയുന്ന മെഡിക്കൽ കോളേജിനെ സ്വാധീനം ചെലുത്തിയിരുന്നു. അവിടെ ഈ സന്ദീപ് ഘോഷ് അടക്കമുള്ള ആളുകൾ ആ ഡ്രഗ് മാഫിയയുടെ ആളുകളായിരുന്നു.
അവർ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഈ പെൺകുട്ടി അന്വേഷിച്ചിരുന്നു. ഇവർ വളരെ അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്, 31 ഇയേഴ്സ് ഓൾഡ്. പക്ഷേ ഒരു നല്ല കുട്ടിയാണ്, നല്ല വിദ്യാർത്ഥിനിയാണ്, പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വലിയ കമ്മിറ്റ്മെൻ്റ് ആയിരിക്കുമെന്നേ. ഇങ്ങനെയൊക്കെ പഠിച്ച് കഷ്ടപ്പെട്ട് വളർന്നു വരുന്ന ആളുകൾക്ക് സാമൂഹ്യ പ്രതിബദ്ധത വർദ്ധിക്കും, സ്വാഭാവികമാണത്. അങ്ങനെ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെയാണ് ഈ പറയുന്ന ഡ്രഗ് മാഫിയയുമായിട്ട് ഇത് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അവരുടെ രക്ഷിതാക്കൾ സംശയിക്കുന്നത് പോലെ ഒരു നെറ്റ്വർക്ക് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഈ സഞ്ജയ് റോയിൽ അവസാനിക്കുന്ന ഒരു കാര്യമല്ല. അത് കൃത്യമായിട്ട് ഈ പ്രിൻസിപ്പളിന് അറിയാം. സഞ്ജയ് റോയ് ഒരാൾ മാത്രമാണ്, എന്നാൽ അതിന് പിന്നിൽ വളരെ ശക്തമായൊരു നെറ്റ്വർക്ക് ഉണ്ട്. ഒരു പക്ഷേ ഈ പറയുന്ന അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നത് ഈ പറയുന്ന സന്ദീപ് ഘോഷിൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഒരു ഘടകമായിരിക്കുമ്പോൾ തന്നെ ഈ ഡ്രഗ് മാഫിയയ്ക്ക് കൂടി വലിയ റോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് എങ്കിൽ എത്ര അപകടകരമായൊരു സാഹചര്യമാണ്. ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തോളൂ കേട്ടോ. ഈ വെസ്റ്റ് ബംഗാൾ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള മമതാ ബാനർജിയുടെ കയ്യിലാണ് ഈ പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ ഇരിക്കുന്നത്. ആഭ്യന്തരം ഭരിക്കുന്നത് മമതാ ബാനർജിയാണ്, പോലീസ് മമതാ ബാനർജിയുടെ കയ്യിലാണ്. സ്വാഭാവികമായിട്ടും പോലീസിന് ഒരു ഡിഫെയിം ഉണ്ടാകുന്ന കാര്യത്തിനകത്ത് അവർ ഇടപെടും. 2 ആരോഗ്യ വകുപ്പും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന മമതാ ബാനർജിയാണ്. അപ്പം 2 വകുപ്പുകളാണ് ഇപ്പം പശ്ചിമ ബംഗാളിൽ വലിയ ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മെഡിക്കൽ കോളേജുകളെല്ലാം ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലാണ്. അപ്പോൾ ആ ആരോഗ്യ വകുപ്പിനെതിരായിട്ടാണ് രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. അത് മമതാ ബാനർജി ഭരിച്ചുകൊണ്ടിരിക്കുന്ന വകുപ്പാണ്. പ്ലസ് ഈ പറയുന്ന വലിയ രീതിയിൽ വീഴ്ചകൾ, വലിയ ലൂപ്പ് ഹോൾസ് ഉണ്ടെന്നേ. ഇപ്പോൾ CBI ഇപ്പം വന്ന് വളരെ ശക്തമായിട്ട് ഈ അന്വേഷണം നടത്തുന്നുണ്ട്. അവരിന്നിപ്പം ഈ 3D ഇമേജിങ്ങും 3D മാപ്പിങ്ങും ഒക്കെ നടത്തുന്നുണ്ട്. പല രീതിയിലുള്ള അന്വേഷണങ്ങൾ അവർ വികസിപ്പിക്കുന്നുണ്ട്. 5 ദിവസമായിട്ടുള്ള അവർ ഈ പറയുന്ന അന്വേഷണത്തിലേക്ക് വന്നിട്ട് ഉള്ളത്. അത് തന്നെ ഹൈക്കോടതിയുടെ ആവശ്യപ്രകാരം, നിർദ്ദേശപ്രകാരമാണ് വന്നത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ് സുപ്രീം കോടതി എടുത്തിരിക്കുന്നു. സുപ്രീം കോടതി സുവോമോട്ടോ കേസ് എടുത്തിരിക്കുകയാണ്. അതിപ്പോൾ ചൊവ്വാഴ്ച ഹിയറിംഗ് വെച്ചിരിക്കുകയാണ്. 20-ാം തീയതി അത് അവർ കേൾക്കാൻ പോവുകയാണ്. 2 കോടതികൾ, രാജ്യത്തെ പ്രധാനപ്പെട്ട 2 കോടതികൾക്ക് ഇടപെടേണ്ടി വന്നു. ഒരു രാജ്യം മുഴുവൻ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആ സമരം തീർന്നിട്ടില്ല. ഇപ്പോൾ ആദിൽ പാലോട് റിപ്പോർട്ട് ചെയ്യുന്നത് ബംഗാളിൽ തൽക്കാലത്തേക്ക് സമരമുണ്ട് എന്ന് മാത്രമാണ്. പക്ഷേ നാളെ രാവിലെ അതിശക്തമായി വീണ്ടും സമരം വരും. ഈ ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ മത്സരം എന്ന് പറയുന്നത് എത്രയോ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം പോലെ കേട്ടോ. അത്ര വലിയ വൈരാഗ്യത്തോടുകൂടിയാണ് ഏറ്റുമുട്ടൽ. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആ ജനത അവിടെ ഒന്നായി നിൽക്കുന്നു. രാജ്യത്തുടനീളമുള്ള ആളുകൾ വളരെ ശക്തമായ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരിക്കുന്നു. ഒരാൾ മാത്രം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സന്ദീപ് ഘോഷിനെ, അതായത് ഈ പ്രിൻസിപ്പളിനെ കഴിഞ്ഞ 2 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അയാളുടെ ടെലിഫോൺ റെക്കോർഡുകളെല്ലാം മാറ്റിയിട്ടുണ്ടാവും. എത്ര ദിവസം കഴിഞ്ഞു എന്നേ. ഓഗസ്റ്റ് 9-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പോൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ട് 3 ദിവസമായിട്ടില്ല. അതായത് ഏതാണ്ടൊരു 4-5 ദിവസത്തെ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ എവിഡൻസ് എന്ന് പറയുന്നത്, ഈ പറയുന്ന എല്ലാ തെളിവുകളും നശിപ്പിക്കാനുള്ള സമയം ഈ പറയുന്ന പ്രതികൾക്ക് ലഭിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് അത്ഭുതകരമല്ലേ, ആ സ്ഥലത്തെ CCTV മാത്രം ആ ഒരൊറ്റ ദിവസം വർക്ക് ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. പോലീസിൻ്റെ ഇടപെടൽ ഇത് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാനുള്ള ഇടപെടൽ വളരെ ഹരാസിംഗ് ആയിരുന്നു എന്നാണ് ആ പേരൻസ് പറയുന്നത്. അവർ പോയിട്ട് നിന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർ ഡെഡ് ബോഡി കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം നടത്തി എത്രയും പെട്ടെന്ന് ഇത് ക്രിമേറ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. നോക്കൂ, നമ്മുടെ രാജ്യത്ത് പാവപ്പെട്ട 2 തയ്യൽ തൊഴിലാളികൾ രാവിലെ മുതൽ രാത്രി വരെ അധ്വാനം ചെയ്ത് അവരുടെ ഒരു മകളെ പഠിപ്പിച്ച് ഡോക്ടറാക്കി. ആ പെൺകുട്ടി അതിമിടുക്കിയായൊരു വിദ്യാർത്ഥിനിയായിരിക്കുന്നു. ഒരു പക്ഷേ ഗോൾഡ് മെഡൽ കിട്ടുന്ന ഒരു വിദ്യാർത്ഥിനിയായിരിക്കുന്നു. കഷ്ടപ്പെട്ടൊരു വീട് വെച്ചു. അതിൻ്റെ കടം തീർത്തിട്ട് ഇപ്രാവശ്യം ഒക്ടോബറിൽ ഒരു വലിയ ദുർഗാപൂജയൊക്കെ നടത്തി വലിയ ആഘോഷം നടത്താനിരുന്ന ഒരു പെൺകുട്ടി, വളരെ ചിയർഫുള്ളായൊരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ ഡിപ്രഷൻ രോഗിയാക്കി മാറ്റുക, ആ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുക, എന്നിട്ട് അതൊരു ആത്മഹത്യയാക്കി മാറ്റാൻ ശ്രമിക്കുക. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ നിയമത്തിൻ്റേതല്ലാത്ത, എന്ന് വെച്ചാൽ സ്വാധീനത്തിൻ്റേതായ പരിരക്ഷ നൽകുക, അവരെയൊക്കെ അധികാരത്തിൽ തുടരാൻ അനുവദിക്കുക, അവർക്കൊക്കെ നല്ല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഈ രീതിയിലൊരു സർക്കാർ, ഒരു ഭരണ സംവിധാനം ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല കേട്ടോ. എല്ലാ വീടുകളിലും പെൺകുട്ടികളുണ്ട്. ആ പെൺമക്കളൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോയി പഠിക്കുന്നുണ്ട്. നാട്ടിൽ പഠിക്കുന്നുണ്ട്, അന്യനാട്ടിൽ പഠിക്കുന്നുണ്ട്. എല്ലാ വീട്ടിലെ ആളുകളുടെ, രക്ഷകർത്താക്കളുടെ ഒരു വേദനയാണ് ഈ പെൺകുട്ടിയുടെ മരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്യന്തം ഖേദകരമാണ് ഒരു രാജ്യത്തെ ഒരു സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. ഈ പ്രവൃത്തി എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ കൾപ്രിറ്റ്സിനെ പിടിക്കുക. അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് മാത്രമല്ല കേട്ടോ, കേന്ദ്ര സർക്കാരിനും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഈ 2 സർക്കാരുകളും ഇക്കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്താതെ മാതൃകാപരമായിട്ടുള്ള അന്വേഷണം നടത്തി പ്രതികളെ ശിക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. അത് ഈ രാജ്യത്തിൻ്റെ ഈ പറയുന്ന ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരെന്ന് പറയുന്നത് രാപ്പകലില്ലാതെ അധ്വാനം ചെയ്യുന്ന മനുഷ്യരാണ്. അവർക്ക് സേഫ്റ്റി ഇല്ല എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഈ രാജ്യത്ത് ആരോഗ്യ സംവിധാനം ഇവിടെ പോയി നിൽക്കും, നമ്മളുടെയൊക്കെ ജീവിതം ഇവിടെ പോയി നിൽക്കും. ഈ യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. അത് ഒട്ടും തന്നെ ചെറിയൊരു കാര്യമല്ല. അങ്ങേയറ്റം വേദനാജനകവും ലജ്ജാകരവുമായൊരു സംഭവത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഈ പ്രതിഷേധങ്ങൾ അണയാതിരിക്കട്ടെ. ഏറ്റവും അവസാന നിമിഷം വരെ ഈ പ്രതി പിടിക്കപ്പെടുന്നവരെ, അല്ലെങ്കിൽ പ്രതികൾ പിടിക്കപ്പെടുന്നത്, അതെ, നീതി ലഭിക്കുന്നത് വരെ ഈ രാജ്യം പ്രതിഷേധത്തിൽ തുടരണം എന്നാണ്
എന്നാണ് എൻ്റെ അഭിപ്രായം. കൊൽക്കത്ത കത്തുന്നു എന്ന ചോദ്യത്തിൽ ചർച്ച തുടരുകയാണ്. ഡോക്ടർ അരുൺ, ഇന്നത്തെ സംഭവവികാസങ്ങൾ കൂടി കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? സ്മൃതി, കൊൽക്കത്ത ആ രീതിയിൽ കത്തണമെന്നല്ല ഞാൻ പറയുക, പക്ഷേ പ്രതിഷേധാഗ്നി കൊൽക്കത്തയിൽ ആളിക്കത്തണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. 1973 ഒരു ചെയിൻ മുറുക്കി കഴുത്തിൽ ശ്വാസം പിടഞ്ഞ് 2015 മാത്രം മരണത്തിന് കീഴടങ്ങിയ അരുണ ഷാൻബാഗിനെ ഓർമ്മയില്ലേ പ്രേക്ഷകർക്ക്? എന്ത് നീതിയാണ് അരുണ ഷാൻബാഗിന് ഭരണകൂടം കൊടുത്തത്? തൊഴിലിടങ്ങളിൽ സെക്ഷൽ ഹരാസ്മെന്റിന്, ലൈംഗിക അതിക്രമത്തിന് വിധേയരാകുന്ന സ്ത്രീകൾക്കൊപ്പം എന്നാണ് ഈ സിസ്റ്റം നിന്നിരിക്കുന്നത്? നമ്മളിന്ന് കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടടക്കം പുറത്തുവിടാതിരിക്കാൻ വലിയ സമ്മർദ്ദം സിസ്റ്റം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് മമതാ ബാനർജി എന്നൊരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന മാ മതി മാനുഷ് എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന ഒരു പാർട്ടിയുടെ നേതാവ് ഭരിക്കുന്ന വെസ്റ്റ് ബംഗാളിൽ ഈ ക്രൂരകൃത്യം നടന്നിട്ട് സിസ്റ്റം എല്ലാവിധ പരാജയങ്ങളുടെയും സംവിധാനം ഏറ്റെടുത്തിട്ടും ഇപ്പോൾ നിരോധനാജ്ഞ ഏർപ്പെടുത്താൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. സ്മൃതി, നോക്കൂ, ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും പരമ്പര വൈരികളായ 2 ക്ലബ്ബുകളാണ്. ആ ക്ലബ്ബുകളിലെ ഫാൻസ് അസോസിയേഷനുകൾ ഇന്ന് ഒരുമിച്ച് രംഗത്തിറങ്ങുകയാണ്. അതിൽ രാഷ്ട്രീയ വകഭേദങ്ങളില്ലാതെ ഒരുമിച്ച് ഈ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ അവർ പ്രതിഷേധിക്കാനെത്തുമ്പോൾ അവർ ഒറ്റ കാര്യമാണ് മുന്നോട്ട് വെച്ചത്. പ്രതിയെ പിടികൂടുക മാത്രമല്ല, ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കണം. അഭയെന്നും തിലോത്തമയെന്നും നാട്ടുകാരിപ്പോൾ പേരിട്ട് വിളിക്കുന്ന ഈ പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കാൻ വേണ്ടി ഏതറ്റം വരെയും അവിടുത്തെ യൗവനം പോകുമെന്നതിൻ്റെ തെളിവാണ് ഇന്ന് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ കണ്ട പ്രതിഷേധം. അതും മോഹൻ ബഗാന്റെയും ഈസ്റ്റ് ബംഗാളിൻ്റെയും ഫാൻസ് അസോസിയേഷനുകളുടെ പ്രതിഷേധം. 2-3 കാര്യങ്ങൾ ഞാൻ പറയാം സ്മൃതി. ഇതിൽ സർക്കാരിൻ്റെ പരാജയം എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? ഞാനിന്ന് അമ്മയുടെ പ്രതികരണം ശ്രദ്ധാപൂർവം കേൾക്കുകയായിരുന്നു. ആ അമ്മ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. അന്ന് രാവിലെ 8:10 വീട്ടിൽ നിന്നും പറഞ്ഞു തുടർച്ചയായിട്ടുള്ള ഓൺ കോൾ ഡ്യൂട്ടിക്ക് ശേഷം ആശുപത്രിയിലേക്ക് പോകുന്ന മകൾ രാത്രി തുടർച്ചയായി അവിടെ ഡ്യൂട്ടി ചെയ്യുകയും രാത്രിയിലെ പഠനവും ഡ്യൂട്ടിയും എല്ലാം കഴിഞ്ഞ് അർദ്ധരാത്രിയിൽ 3:30 ശേഷമാണ് ഈ സെമിനാർ ഹാളിൽ ഉറങ്ങാൻ കിടക്കുന്നത്. അതുവരെ ഒരു നഴ്സിൻ്റെ സാന്നിധ്യം സെമിനാർ ഹാളിൽ ഉള്ളതായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. 3:30ക്കും 5 മണിക്കും ഇടയിൽ ഈ ക്രൂരകൃത്യം നടക്കുമ്പോൾ എങ്ങനെയാണ് സഞ്ജയ് റോയ് എന്ന ഈ TMCയോട് അടുപ്പമുള്ള അവിടുത്തെ സിവിൽ പോലീസ് വോളണ്ടിയറായ ആ ഹോസ്പിറ്റലിലെ എല്ലാ അഴിമതിക്കും സന്ദീപ് ഘോഷ് എന്ന അവിടുത്തെ മുൻ നൊട്ടോറിയസ് ആയ പ്രിൻസിപ്പളിനോടൊപ്പം കൂട്ടുനിൽക്കുന്ന വോളണ്ടിയർക്ക് ആക്സസ് ലഭിച്ചത് എന്ന ചോദ്യമുണ്ട്. സ്മൃതി, അതൊരു എമർജൻസി മെഡിസിനാണ്. സാധാരണ ഇതിൽ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമുക്ക് എമർജൻസി മെഡിസിനിൽ പുറത്തുനിന്ന ഒരാൾക്ക് ആക്സസ് കിട്ടുക സാധ്യമല്ല. കാഷ്വാലിറ്റിയിലേക്ക് പോകാം. കാഷ്വാലിറ്റിയിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായും അവിടെ നിരീക്ഷണ സംവിധാനങ്ങളുണ്ട്. അത് കടന്ന് മാത്രമേ മുകളിലോട്ട് പോകാൻ കഴിയൂ. ഈ ടീച്ചിങ് ഹാളിലേക്കോ സെമിനാർ ഹാളിലേക്കോ നേരിട്ടൊരു സാധാരണ പ്രവർത്തകന് ആക്സസ് ഇല്ല. അവിടെയാണ് ആ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്യാത്ത ഒരു പോലീസ് വോളണ്ടിയർ സഞ്ജയ് റോയ്ക്ക് വലിയ ആക്സസ് കിട്ടുന്നത്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ സന്ദീപ് ഘോഷിൻ്റെ ഒരു ഡൂബിയസ് ആയിട്ടുള്ള ചരിത്രമുണ്ട്. ആ ഹോസ്റ്റലിൽ നടക്കുന്ന അധ്യാപകരുടെ സ്ഥലം മാറ്റം ഈ സന്ദീപ് ഘോഷ് കൈക്കൂലി വാങ്ങിയാണ് നടത്തുന്നത് എന്നാണ് ആരോപണം. ആ ഹോസ്പിറ്റലിലെ മുഴുവൻ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത് ഈ സന്ദീപ് ഘോഷിൻ്റെ ഒറ്റ കമാൻഡിലാണ്. എല്ലാത്തരം പർച്ചേസിംഗ് അടക്കമുള്ള കാര്യങ്ങളിലടക്കം ഈ സന്ദീപ് ഘോഷിന് നേരിട്ട ഒരുപാട് ഗുരുതര ആരോപണങ്ങളുണ്ട്. ഈ സന്ദീപ് ഘോഷ് TMCയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നയാളാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടും അവിടെ തുടർന്നും പ്രിൻസിപ്പളായിട്ടിരിക്കാനുള്ള അവസരമൊരുക്കുന്നു. സംഭവം നടന്നതിന് ശേഷം TMCയെ പ്രതിരോധിക്കാൻ വേണ്ടി ആരോഗ്യവകുപ്പ് കൂടി കൈകാര്യം ചെയ്ത മമതാ ബാനർജിയെ പ്രതിരോധിക്കാൻ വേണ്ടി സന്ദീപ് തിരക്കിട്ടിറങ്ങുകയാണ്. ആ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്: 5 മണിക്ക് 3:30ക്കും 5 മണിക്കും ഇടയിലാണ് ഈ അതിക്രമം നടന്നിട്ടുണ്ടാവുക. പക്ഷേ തങ്ങൾ ഈ വിവരം അറിയുന്നത് രാവിലെ 11:30 ശേഷം ഈ ഹോസ്പിറ്റലിൽ നിന്നൊരു കോൾ വരുന്നു. കോൾ വരുമ്പോൾ പറയുന്നത് മകൾക്കൊരു ആക്സിഡൻറ്റ് പറ്റിയെന്നാണ്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് ആക്സിഡൻറ്റ് പറ്റിയതെന്ന്. വിശദീകരിക്കാതെ ഫോൺ കട്ട് ചെയ്യുന്നു. അമ്മ തിരിച്ചു വീണ്ടും ആ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ അത് അവിടുത്തെ ഒരു അസിസ്റ്റൻറ്റ് സൂപ്രണ്ടാണ് എടുത്തിരിക്കുന്നത്. ഈ സന്ദീപ് ഘോഷിൻ്റെ നിർദ്ദേശപ്രകാരം ഈ അസിസ്റ്റൻറ്റ് സൂപ്രണ്ട് അമ്മയോട് പറയുന്നത് നിങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നാണ്. അത് കേട്ട് അമ്മ തകർന്നു പോവുകയാണ്. മകൾ ആത്മഹത്യ ചെയ്യാൻ ഒരു സാധ്യതയുമില്ല എന്നാണ്. കഴിഞ്ഞ ദിവസം നീരജ് ചോപ്ര വിജയിച്ചതിൻ്റെ കാര്യമൊക്കെ അമ്മയോട് അവസാനം സംസാരിക്കുന്നത് രാത്രിയിലാണ്. അതിനുശേഷമാണ് മകൾ ഡ്യൂട്ടിക്ക് വീണ്ടും പോകുന്നതും ഈ സെമിനാർ ഹാളിലേക്ക് പോകുന്നതും. അപ്പോൾ തൻ്റെ മകൾ ആത്മഹത്യ ചെയ്യാൻ ഒരു സാധ്യതയുമില്ല എന്ന് അമ്മ പറയുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയാമോ സ്മൃതി? ഇത് പറഞ്ഞതിന് ശേഷം തുടർച്ചയായിട്ട് ആ ഫോണിലേക്ക് വിളിക്കുന്നെങ്കിലും അവർ പ്രതികരിക്കുന്നില്ല. അതിനുശേഷം ഇവർ വളരെ വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. 12 മണിയോടുകൂടി ഇവർ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. അതായത്
ജൂൺ 9 ഈ കൃത്യം നടന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ 12 മണിയോടുകൂടി ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി അവർ ഹോസ്പിറ്റലിൽ എത്തുന്നു. 12 മണിക്ക് എത്തുന്ന അവർ 3 മണിക്കൂർ നേരം മകളുടെ മൃതദേഹം കാണാൻ വേണ്ടി പുറത്ത് നിൽക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. 3 മണിക്ക് വൈകുന്നേരം 3 മണിക്ക് മാത്രമാണ് ഈ പെൺകുട്ടിയുടെ മൃതദേഹം ഈ രക്ഷിതാക്കൾക്ക് കാട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ അമ്മ കണ്ട കാര്യം വിവരിക്കുന്നുണ്ട് വേദനയോടുകൂടി. ആ മകളുടെ ശരീരത്തിന് പാൻസ് പൂർണ്ണമായിട്ടും ഓപ്പൺ ചെയ്തിരുന്നു. ശരീരത്തിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു തുണി മാത്രം ഇട്ട് മൂടിയിരുന്നു. കൈകൾ ഒടിഞ്ഞിരുന്നു. കണ്ണിൽ നിന്ന് ചോര വന്നിരുന്നു. വായിൽ നിന്ന് ചോര വന്നിരുന്നു. കാലിൻ്റെ ഭാഗത്ത് വലിയ ഫ്രാക്ചർ ഉള്ളതായി കാണാമായിരുന്നു. ഇടുപ്പല്ല് പൊട്ടിയിരുന്നു എന്നാണ്. അപ്പോൾ അത്രയും ക്രൂരമായ ഏകദേശം 100-ലധികം ചെറിയതും വലുതുമായ വൂൺസുകൾ ഈ കുട്ടിയുടെ ശരീരത്തിലുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അപ്പോൾ ഈ കുട്ടിയുടെ ശരീരം കണ്ടി അമ്മ തകർന്നു പോവുകയാണ്. അതിനുശേഷം ഈ മൃതദേഹം ഈ രക്ഷിതാക്കൾക്ക് വിട്ടുകൊടുക്കുന്നില്ല. സ്മൃതി നോക്കൂ, പകരം കൊടുക്കുന്നത് ഒരു TMCയിലെ MLAക്കാണ് വിട്ടുകൊടുക്കുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് ഈ ശവശരീരം ക്രിമേറ്റ് ചെയ്യുന്നത്. അതും അമ്മ പറയുന്നുണ്ട്, ശ്മശാനത്തിലേക്ക് എത്തുമ്പോൾ 3 മൃതദേഹങ്ങൾ അവിടെ കിടപ്പുണ്ട്. എന്നാൽ തൻ്റെ മകളുടെ മൃതദേഹം മാത്രം തിരക്കിട്ടാണ് ഇവർ സംസ്കരിക്കാൻ ശ്രമിക്കുന്നത്. അതും രാത്രി 10 മണിയോടുകൂടി. അതായത് 11:30 മരണവിവരം വീട്ടുകാരെ അറിയിക്കുന്നു. 3 മണിക്ക് വീട്ടുകാരെ 12 മണിക്ക് എത്തിയെങ്കിലും 3 മണിക്ക് വീട്ടുകാരെ ആ മൃതശരീരം കാണിക്കുന്നുള്ളൂ. തിടുക്കപ്പെട്ട മൃതശരീരം മറവ് ചെയ്യുന്നു. പല ചോദ്യങ്ങളും ഉയരുന്നത് ഇവിടെയാണ്. എന്തുകൊണ്ട് തിടുക്കപ്പെട്ട് കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി ഈ മൃതശരീരം മോർച്ചറിയിലേക്ക് മാറ്റിയില്ല? എന്തുകൊണ്ട് രക്ഷിതാക്കൾക്ക് ഈ മൃതദേഹം വിട്ടുകൊടുക്കാതെ ഈ TMCയുടെ MLAയുടെ പക്കൽ വിട്ടുകൊടുത്ത് വളരെ വേഗം ഇത് മറവ് ചെയ്തു? നമ്പർ 2, എന്തുകൊണ്ടാണ് ഇതൊരു കൊലപാതകമാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ സന്ദീപ് ഘോഷിന്റെ നിർദ്ദേശാനുസരണം അവിടുത്തെ പോലീസും അസിസ്റ്റന്റ് സൂപ്രണ്ടും ശ്രമിച്ചത്? നമ്പർ 3, എന്തുകൊണ്ടാണ് ഈ സെമിനാർ ഹാളിൽ 11:30 വരെ ഈ കുട്ടിയുടെ മൃതശരീരം കിടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്? രാത്രിയിൽ ഓൺ കോൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു മെഡിക്കൽ സയൻസ് ഒരു വിദ്യാർത്ഥിനി, അതും ഒരു PG ഡോക്ടറെ എന്തുകൊണ്ടാണ് രാവിലെ 11:30 വരെ ഒരാൾ പോലും അന്വേഷിക്കാതിരുന്നത്, ഒരു കോൾ പോലും അന്വേഷിക്കാതിരുന്നത് എന്നതും ദുരൂഹമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതാണ്. ഇവിടെ ഈ പെൺകുട്ടിയുടെ കാർ നേരത്തെ തന്നെ പാർക്കിംഗ് ഏരിയയിൽ ആക്രമിക്കപ്പെട്ടിരുന്നു എന്നത് അറിയാമായിരുന്നു. ഈ പെൺകുട്ടിയും ചെസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ മുതിർന്ന ചില ഉദ്യോഗസ്ഥരുമായിട്ടും ഹോസ്പിറ്റൽ അതോറിറ്റിയുമായിട്ടും ഈ പെൺകുട്ടി ചില കാര്യങ്ങളിൽ വാക്കുതർക്കം ഉണ്ടായിരുന്നുവെന്നും നമ്മൾ അറിയുന്നു. അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നറിയുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ വലിയ കറപ്ഷൻ ഡീലിങ്ങുകൾ ഈ കുട്ടിക്ക് അറിയാമായിരുന്നു എന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ പെൺകുട്ടിയെ അങ്ങനെ മനഃപൂർവ്വം ഏതെങ്കിലും രീതിയിൽ ആക്രമിച്ചതാണോ? എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? അതിലും വലിയ കുറ്റകൃത്യമാണ് ഈ ക്രൈം സീൻ ഒരു കാരണവശാലും പോലീസ് സീൽ ചെയ്യാതെ ആ ക്രൈം സീനിൻ്റെ തൊട്ടടുത്തുള്ള ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനം നടത്താൻ തൊട്ടനുവാദം കൊടുക്കുകയാണ്. സ്മൃതി, നമ്മൾ കേട്ടുകേൾവിയുണ്ടോ? ഇപ്പോൾ ഒരു വലിയ രീതിയിൽ ക്രൂരമായ ബലാത്സംഗം നടന്ന് കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ മൃതശരീരം കണ്ടെത്തിയ സ്ഥലം മണിക്കൂറുകൾക്കുള്ളിൽ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുകയാണ്. ആ പരിസരത്തേക്ക് അതിഥി തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ എത്തിച്ചേരുകയാണ്. അവിടെ നിന്ന് ഫിംഗർ പരിശോധന വേണ്ടേ? ഫോറൻസിക് പരിശോധന വേണ്ടേ? അവിടെയുള്ള സ്മെല്ല് നായ വിട്ടുകൊണ്ട് പരിശോധന നടത്തണ്ടേ? ഈ മുഴുവൻ ദൃശ്യങ്ങളും അവിടെ നിന്ന് ശേഖരിക്കണ്ടേ? ഈ CCTV ഈ സാധാരണ മെഡിക്കൽ കോളേജിൽ ഈ ഭാഗങ്ങളിലെല്ലാം CCTV വർക്ക് ചെയ്യും. അതിൽ പല CCTVയും ആ സംഭവ സമയത്ത് ദുരൂഹമായ രീതിയിൽ അണഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ഇതെന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കാര്യം കൂടി അമ്മ പറയുന്നുണ്ട്. മമതാ ബാനർജി 2 പുതിയ സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒന്നിൻ്റെ പേര് കന്യാശ്രീ ആൻഡ് ലക്ഷ്മിശ്രീ എന്നിങ്ങനെ 2 പദ്ധതികളാണ്. വീട്ടിൽ ഈ മമതാ ബാനർജി പോയി ഒന്ന് നോക്കണം, ആ വീട്ടിലും ഈ നാട്ടിലും ലക്ഷ്മി ഉണ്ടോ എന്ന് നോക്കണം എന്നാണ് അമ്മ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറഞ്ഞത്. ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിൽ നിന്നൊരു തയ്യൽ കുടുംബത്തിൽ നിന്ന് വന്ന് വലിയ മാർക്കോടുകൂടി സർക്കാർ മെഡിക്കൽ കോളേജിൽ പരീക്ഷ എഴുതി പാസ്സായി, എൻട്രൻസിൽ പാസ്സായി ആ കുട്ടി വലിയ സ്വപ്നങ്ങളുമായി അവിടെ പ്രവർത്തിക്കുകയാണ്. 31 വയസ്സുണ്ട് ഈ പെൺകുട്ടിക്ക് എന്ന് അറിയണം. തൻ്റെ പഠനകാലത്തിൽ ഏറ്റവും നന്നായി ഏറ്റവും വലിയ സ്വപ്നങ്ങളുമായിട്ട് വന്നൊരു പെൺകുട്ടിയെ അതിക്രൂരമായ വിധത്തിൽ ബലാത്സംഗം ചെയ്തിട്ട് നിരുത്തരവാദപരമായ ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുക, അതിനെതിരെയുള്ള പ്രതിഷേധത്തെ നിരോധനാജ്ഞ കൊണ്ട് നേരിടാൻ പോവുക. ഇത് കൽക്കട്ടയുടെ യൗവനം, കൽക്കട്ടയുടെ സമൂഹം അംഗീകരിച്ചു കൊടുക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് ഈ പ്രൊഹിബിഷണറി ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ പോലും കൽക്കട്ടയിൽ പ്രതിഷേധാഗ്നി ഉണ്ടാവും. തീർച്ചയായും കൽക്കട്ടയിലെ തെരുവുകളിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാവണം. നിർഭയയുടെ കാര്യത്തിൽ കണ്ടതുപോലെ ഈ തിലോത്തമയുടെ അഭയുടെ കാര്യത്തിലും കൽക്കട്ട കാണണം. അതിന് ഇന്ത്യയുടെ മുഴുവൻ പിന്തുണയും ആ രക്ഷിതാക്കൾക്കൊപ്പമുണ്ട്. കാര്യം അവർ കരഞ്ഞുകൊണ്ട് പറയുന്നതാണ് തങ്ങളുടെ മകൾക്ക് നീതി വേണം. അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ പോയപ്പോൾ എന്താണ് ഈ അച്ഛൻ പറഞ്ഞതെന്നറിയാമോ? ഈ പണം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ മകൾ വേദനിക്കും, അവൾക്ക് വേണ്ടത് നീതിയാണ്, ഈ പണം കൊടുത്താൽ
നീതിയാവില്ല എന്ന് പറഞ്ഞൊരു അച്ഛനെയും, വീട്ടിൽ ലക്ഷ്മി ഉണ്ടോ മമതാ ബാനർജി എന്ന് ചോദിച്ചൊരു അമ്മയെയും നമ്മൾ പിന്തുണയ്ക്കുന്നുണ്ട്. തീർച്ചയായും കൽക്കട്ടയുടെ തെരുവോരങ്ങളിൽ ഈ പെൺകുട്ടിക്ക് വേണ്ടി ശബ്ദം ഉയരണം. നമ്മൾ പലപ്പോഴും വളരെ ഇൻസെൻസിറ്റീവായിട്ടാണ് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്തത്. അത് ബംഗാളിലാണെങ്കിലും ശരി, ഒരു പരിധിവരെ കേരളത്തിലാണെങ്കിലും, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണെങ്കിലും ശരി. സ്മൃതി, തീർച്ചയായും ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഇത് സംഭവിക്കുന്നത് എന്നിടത്താണ് അതിൻ്റെ ഏറ്റവും ഖേദകരമായ വസ്തുത. വനിതാ മുഖ്യമന്ത്രി എന്ന് മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ വനിതകളെ പാർലമെന്റിലേക്ക് അയച്ചിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ വനിതകളെ മത്സരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ സ്ത്രീപക്ഷമെന്ന് കരുതുന്ന ഒരു വനിതാ മുഖ്യമന്ത്രിയിൽ നിന്നും സ്ത്രീവിരുദ്ധമായ നിലപാടുണ്ടാകുന്നു ആ സർക്കാരിൽ നിന്ന് എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ തെളിവുകളും സർക്കാരിനെതിരെ എന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. തുടക്കം മുതൽ വന്നിരിക്കുന്ന വീഴ്ചയിൽ സർക്കാരിന് ഈ പ്രതികൾ അല്ലെങ്കിൽ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്നതിലെടുത്തിരിക്കുന്ന വലിയ താല്പര്യം, അതിലെടുത്തിരിക്കുന്ന വലിയ വേഗം ഒക്കെ സംശയാസ്പദം തന്നെയാണ്. ഇപ്പോൾ തന്നെ 7 ദിവസത്തെ നിരോധനാജ്ഞയാണ് ഇപ്പോൾ ഈ ആശുപത്രിക്ക് ചുറ്റും ഒരു തരത്തിലുള്ള പ്രതിഷേധം അനുവദിക്കാതെയുള്ള നിരോധനാജ്ഞ. മാത്രമല്ല, അന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്ത 23ഓളം ഡോക്ടർമാരെ സ്ഥലം മാറ്റുന്നതിൽ വളരെ തിടുക്കം കാട്ടിയിരിക്കുന്നു സർക്കാർ എന്നുള്ളതാണ്. ഈ ആരോപണ വിധേയനായ മുൻ പ്രിൻസിപ്പലിനെ എന്ന് പറയുന്നത്, അദ്ദേഹം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അദ്ദേഹത്തിനെ അവിടെ നിന്ന് രാജിവെച്ചിരുന്നത്, അവിടെ നിന്ന് മാറ്റിയിരുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ നാഷണൽ മെഡിക്കൽ കോളേജിൻ്റെ ചുമതല അയാളെ ഏൽപ്പിക്കുന്നു. ഇപ്പോൾ CBI അദ്ദേഹത്തെ 3 തവണയായി ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്, മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്ന അടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഈ സഞ്ജയ് റോയ് എന്ന ഒരു പ്രതിയിൽ നിന്ന് അപ്പുറത്തേക്ക് CBIക്ക് കടക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞതുപോലെ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ട സാഹചര്യം അവിടെയുണ്ട്. എല്ലാ സംവിധാനം വളരെ കുത്തഴിഞ്ഞ രീതിയിലാണ് ആ ആശുപത്രി പരിസരം പ്രവർത്തിച്ചിരുന്നത് എന്ന് നമ്മുടെ ചർച്ചകളിൽ തന്നെ പങ്കെടുത്ത മലയാളി ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇന്നലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ തന്നെ പ്രധാനപ്പെട്ട നേതാവാണ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തത്. എത്രത്തോളം രോഷത്തോടുകൂടി ഇത് രാഷ്ട്രീയമായ വൈരാഗ്യം തീർക്കലാണ് എന്ന മട്ടിൽ അദ്ദേഹം പ്രതികരിച്ചു എന്നുള്ളത് കേരളം തന്നെ കണ്ടതാണ്. അപ്പോൾ ഇതിനൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുകയാണ് തൃണമൂൽ കോൺഗ്രസ്. പക്ഷേ അത് അങ്ങനെ നിൽക്കുകയില്ല എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. ആ പെൺകുട്ടി കൊല്ലപ്പെടുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഏത് രൂപത്തിലാണ് പെൺകുട്ടി കിടന്നിരുന്നത് എന്നതിൻ്റെ വിവരങ്ങളടക്കം പുറത്തു വരികയാണ്. ഇടുപ്പല്ല് പൂർണ്ണമായും തകർന്നിരിക്കുന്നു, തലയ്ക്ക് വലിയ പരിക്കുണ്ട്, തല കൊണ്ട് ഇടിച്ച രൂപത്തിലുള്ള പരിക്കുണ്ട്, കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ ചോര വരുന്നു, വായിൽ നിന്ന് ചോര വരുന്നു, 2 കണ്ണിലും കണ്ണടച്ചിളുകൾ തറച്ച നിലയിലാണ്. അങ്ങനെ മരിച്ച ഒരു പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്തു എന്ന രൂപത്തിൽ ആ ആശുപത്രി സംവിധാനം പുറത്തേക്ക് വിവരം കൊടുത്തത്. അപ്പോൾ അതിൽ തന്നെ ആരെയോ സംരക്ഷിക്കാനുള്ള താല്പര്യം പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇന്നിപ്പോൾ കൊൽക്കത്തയിൽ കണ്ട മനോഹരമായ ദൃശ്യം എന്ന് പറയുന്നത് ഈ പ്രതിഷേധത്തിൻ്റെ സ്വഭാവം. അവിടെ ഈ ഡ്യൂറൻ കപ്പിലെ ഏറ്റവും ആവേശകരമായ മത്സരം നടക്കുന്ന ചിരവൈരികളായ 2 ഗ്രൂപ്പുകൾ, മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും. അവിടെ കൊൽക്കത്ത അറിയാമല്ലോ, പശ്ചിമ ബംഗാൾ അറിയാമല്ലോ, ഭയങ്കര ഫുട്ബോൾ പ്രേമികളാണ്. പക്ഷേ ആ മത്സരമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അതിൽ ആരാധകരെല്ലാം ഒരുമിച്ച് 2 ക്ലബ്ബുകളുടെ കൊടിയും ഒരുമിച്ചുകൊണ്ട് അഭയയ്ക്ക് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നമ്മൾ കണ്ടത്. അതപ്പുറം രാത്രികളിൽ സ്ത്രീകളും കുട്ടികളും അടക്കം തെരുവിലേക്ക്, വൃദ്ധരും അടക്കം തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി കൊൽക്കത്തയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊൽക്കത്തയിൽ മാത്രമല്ല, കേരളത്തിലും കഴിഞ്ഞ ദിവസം പ്രതിഷേധങ്ങൾ കണ്ടല്ലോ. ഏതായാലും കേന്ദ്രം ഈ വിഷയത്തിൽ ഗൗരവത്തിൽ ചില സമീപനങ്ങൾ എടുക്കുന്നുണ്ട്. ഓരോ 2 മണിക്കൂറിലും റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ 2 മണിക്കൂറിൽ എന്ത് റിപ്പോർട്ട് നൽകുന്നു എന്നുള്ളതാണ്, എന്ത് പുരോഗതി ഈ കേസിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. നിർഭയയ്ക്ക് ശേഷം രാജ്യമാകെ തന്നെ പ്രതിഷേധത്തിലിറങ്ങി വലിയ ഒരു സമര രീതിയാണ് ഇപ്പോൾ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊൽക്കത്തയിലെ ഈ കത്തൽ, ഈ പ്രതിഷേധ തീ അണയരുത്, നീതി ലഭിക്കും വരെ എന്നുള്ളതാണ്. തയ്യൽ തൊഴിലാളികളായ ഈ അമ്മയ്ക്കും അച്ഛനും നീതി ലഭിക്കേണ്ടതുണ്ട്. ആ മകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരായാലും ഒരു പ്രതിയല്ല. ഇപ്പോൾ 2 ബീജ സാമ്പിളുകൾ കിട്ടി ഫോറൻസിക് സംഘത്തിന് എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ആ തെളിവുകളൊക്കെ, ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുകയായിരുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നു. ഇനിയിപ്പോൾ ഇതിന്മേലൊക്കെ ഒരു പരിശോധന വീണ്ടും നടത്തിയ ശേഷം എങ്ങനെ കൂടുതൽ പ്രതികളുണ്ട്, ആ പ്രതികളിലേക്ക് എത്തുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട്. ഇതിപ്പോൾ കൊന്നത് ഒരു പ്രതിയാണെങ്കിലും ആ പ്രതിയെ സംരക്ഷിച്ചത് ഒരു വലിയ സംവിധാനമുണ്ട്. ആശുപത്രിയിലെ പ്രധാനപ്പെട്ട ഈ പ്രിൻസിപ്പൽ അടക്കമുള്ള ഒരു വലിയ സംവിധാനം അയാൾക്ക് പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് എത്തുമ്പോൾ ഈ സഞ്ജയ് റോയ്ക്ക് പിന്നിൽ തൃണമൂൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട് എന്ന വിവരങ്ങൾ വരുമ്പോൾ ഇതിലൊക്കെ ചേർന്ന ഒരു വലിയ സംവിധാനം, ഒരു ക്രിമിനൽ സംഘം ഇതിൽ പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ അവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. സുപ്രീം കോടതി ഇന്നേതായാലും സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. സുപ്രീം കോടതി നിരീക്ഷിക്കുന്നുണ്ട് എന്താണ് ഈ കൊൽക്കത്തയിൽ നടക്കുന്നത്, എന്താണ് ഈ പശ്ചിമബംഗാൾ സർക്കാർ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിലേക്ക് കോടതിയുടെ മേൽനോട്ടമുണ്ട്.
ഇപ്പോൾ കേന്ദ്രം പരിശോധിക്കുന്നുണ്ട്. ബംഗാൾ സർക്കാർ ഇപ്പോൾ തുറന്ന് പ്രതികരിക്കേണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ ഈ CBI ഏറ്റെടുത്ത ശേഷം CBI പ്രതികളെ പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി തെരുവിലിറങ്ങിയിട്ട് കാര്യമില്ല. ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നടപടിയിലേക്ക് കടന്നതിനെ എങ്ങനെ വിശദീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇത് തെറ്റുതിരുത്താനുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ കടക്കേണ്ടതുണ്ട്. ഈ ഒരു പ്രിൻസിപ്പളിനെ എന്തിനു സംരക്ഷിച്ചു എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നപ്പോൾ കൊൽക്കത്ത കത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ കൊൽക്കത്ത കത്തുക തന്നെയാണ്. ഉണ്ണി ബാലകൃഷ്ണൻ, ഇതിലിപ്പോൾ മറിച്ചൊരു നിലപാടിലേക്ക് ഈ സംരക്ഷിക്കുന്ന പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾക്കെതിരെ ഇയാൾക്കെതിരെ നടപടി വേണം എന്നൊരു ആവശ്യത്തിലേക്ക് ബംഗാൾ സർക്കാർ എത്തുമോ? അല്ല, എത്തിയേ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ ഏറ്റവും അവസാനം അറിയുന്നത് തൃണമൂൽ കോൺഗ്രസ് തന്നെ രണ്ടായിട്ട് ഈ വിഷയത്തിൽ ഭിന്നിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ബംഗാളിൽ നിന്ന് വരുന്നത്. തൃണമൂൽ കോൺഗ്രസിലെ ഒരു വിഭാഗം ശക്തമായ നടപടി ഈ സന്ദീപ് ഘോഷിനെതിരെ അടക്കം ഉണ്ടാകണം എന്നും വളരെ പെട്ടെന്ന് ഈ അന്വേഷണം പൂർത്തീകരിച്ച് അറസ്റ്റുകളിലേക്ക് പോകണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായി പിന്നെ ഓപ്പണായിട്ട് തന്നെ പറയുന്നൊരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നു. മറ്റൊരു വിഭാഗം സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ട് നിൽക്കുന്നു. അതായത് തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു വിഭജനം ഈ വിഷയം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അതൊരു രാഷ്ട്രീയ വിഷയവുമാണ്, ആ പാർട്ടിയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇതിനൊക്കെ അപ്പുറത്ത് സ്മൃതി, ഞാൻ പറയുന്നത് ഒരു സംസ്ഥാനത്ത് ഒരു പ്രവർത്തിച്ചു നമ്മുടെ ഒരു കണക്കെന്താണെന്നറിയാമോ? ഇന്ന് ഈ രാജ്യത്ത് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരിൽ 65% സ്ത്രീകളാണ്, വിമൻ ഡോക്ടേഴ്സാണ്. അത് ഡെൻ്റൽ മേഖലയിൽ 68%. അതേപോലെ തന്നെ ഈ പറയുന്ന ഈ ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന മേഖലയിൽ 75% സ്ത്രീകളാണ്. ഈ നഴ്സുമാരിൽ 85% സ്ത്രീകളാണ്. അപ്പോൾ ആരോഗ്യ മേഖലയിൽ രാജ്യത്തെ വനിതകളുടെ ഒരു കോൺട്രിബ്യൂഷൻ, അവരുടെ കമ്മിറ്റ്മെൻറ്റ്, അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണോ? അപ്പോൾ ആ വിഭാഗത്തിന് എന്ത് പ്രൊട്ടക്ഷനാണ് ഉള്ളത്? ഇപ്പം ഇതൊരു എന്താ പറയുക, ഒരു ഹൂളിഗാനിസമാണ്, ഒരു വളരെ മോശപ്പെട്ടൊരു ക്യാരക്ടർ കയറി ഒരു അക്രമം നടത്തിയിരിക്കുകയാണ്. പക്ഷേ ഇത് പല ഘട്ടങ്ങളിലായിട്ട് ഇപ്പോൾ വന്ദനാദാസിൻ്റെ കാര്യത്തിലടക്കം നമ്മൾ കണ്ടതല്ലേ ഈ വിഷയങ്ങൾ. അപ്പോൾ അവരൊക്കെ എത്രത്തോളം സുരക്ഷിതമാണ് അവരുടെ പ്രവർത്തന മേഖലയിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇനിയിപ്പോൾ ഡോക്ടർ എന്നുള്ളതൊക്കെ മാറ്റിവെക്കൂ, ഒരു പാവപ്പെട്ട പെൺകുട്ടി അവരുടെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടതിന് ശേഷം അതിൻ്റെ ആ മേഖലയിൽ എത്രയും പെട്ടെന്ന് ആ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടത്തുക. ഏതാണ്ട് ഇതിനകത്ത് കുറ്റം ചെയ്തവരാരാണെന്നറിയാമോ? ഈ പോലീസിനെ സംബന്ധിച്ച് കുറ്റം ചെയ്തത് ഇവരുടെ രക്ഷിതാക്കളാണ്. അവരോട് ആ രീതിയിലാണ് പെരുമാറുന്നത്. അവരെ വളരെ വൈകി അറിയിക്കുന്നു, അവരുടെ മകളെ കാണാൻ അനുവദിക്കുന്നില്ല, അവർ പറയുന്ന മുഴുവൻ കാര്യങ്ങളും കേട്ടിട്ട് അവരെ ഹരാസ് ചെയ്യാൻ ശ്രമിക്കുന്നു, അവരെന്തോ സർക്കാരിനും സിസ്റ്റത്തിനും എതിരായി പ്രവർത്തിക്കുന്നവരായി മുദ്ര കുത്തുന്നു. വളരെ പെട്ടെന്ന് ഈ പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ച് പ്രശ്നം ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആളുകളെയും സുരക്ഷിതരാക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. അതുകൊണ്ട് ഇത് മമതാ ബാനർജിയുടെ കയ്യിലൊന്നും നിൽക്കുന്നൊരു കാര്യമല്ല. അവിടെ ജനങ്ങൾ വളരെ ശക്തമായ പ്രതിഷേധത്തിലാണ്. അവിടെ മാത്രമല്ല കേട്ടോ, ഇനി നമ്മൾ കേരളത്തിലും അതത്ര വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. ഈ വിഷയത്തിൽ ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല, മമതാ ബാനർജിക്ക് കഴിയും. തീർച്ചയായും രാജ്യം ഈ വിഷയത്തിൽ ഒരുമിച്ച് ഈ പെൺകുട്ടിയുടെ കുടുംബത്തിനൊപ്പമുണ്ട്. നീതി ലഭിക്കും വരെ ഈ പോരാട്ടം തുടരും. കൊൽക്കത്ത കത്തുകയാണോ എന്ന ചോദ്യത്തിന് കൊൽക്കത്ത കത്തുകയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ 3 പേരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നത്. Meet the editors.